കെ വി തോമസ് മാഷിനോടൊപ്പമുള്ള രണ്ടാം ഭാഗം തുടരുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് UDF-ലെ പടലപ്പിണക്കങ്ങളെ കുറിച്ചാണ്. ഇത്തവണ 140 സീറ്റിൽ 102 എന്ന വൻ ഭൂരിപക്ഷത്തിലാണ് UDF എത്തിയത്. ആ വിജയത്തെ കെടുത്തുന്ന രീതിയിലുള്ളൊരു മത്സരമല്ല ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള ഈ പടലപ്പിണക്കങ്ങൾ. ഇത് വളരെ ദുഃഖകരമാണ്. കാരണം ജനങ്ങൾ വലിയ അംഗീകാരം കൊടുത്തു, അപ്രതീക്ഷിതമായ അംഗീകാരം കൊടുത്തു. 140-ൽ 102 സീറ്റ്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഫലം പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിൽ മുഖ്യമന്ത്രി വരുന്നു. മണിക്കൂറുകളും ദിവസങ്ങളും എന്തിനു വേണ്ടിയാണ്? ഇവർ 3 പേരാണ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത്. അത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. 3 പേര് ആൾക്കാരാണ്. എനിക്ക് ആദ്യം സർക്കാരിൻ്റെ സുഹൃത്തുക്കൾ. പക്ഷേ ചില കാര്യങ്ങളില്ല. ഇപ്പോൾ KC വേണുഗോപാൽ, അദ്ദേഹം വളരെ പവർഫുൾ ജനറൽ സെക്രട്ടറി. ഞാൻ ഒത്തിരി ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ കണ്ടിട്ടുണ്ട്. GK മൂപ്പനായിരുന്നു. അതിനപ്പുറത്തേക്കാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിനെ നയിക്കുന്ന ഏറ്റവും ശക്തനായ ഒരു വ്യക്തി ആണ്. അതുമാത്രം രാഹുലിന്റെ സ്വന്തം. രാഹുലിന് എൻ്റെ കൂടെ ഏറ്റവും അടുത്ത് നടക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി രാഹുലാകുമ്പോൾ രണ്ടാമനായി വരേണ്ട ആളാണ്. സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. അങ്ങനെ ഒരാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 3 ദിവസം മുമ്പല്ലേ PHയുടെ രണ്ടാമത് ചെയർമാനായിരുന്നു. PHയുടെ വലിയ പോസ്റ്റാണ്, ചെറിയ പോസ്റ്റല്ല. പിന്നെ അദ്ദേഹത്തിന് ഈ ഷോർട്ട് പീരീഡ് നോക്കുമ്പോൾ എന്താ, അദ്ദേഹം രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പർ MP ആയിരുന്നു. അവിടെ നിന്ന് ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നു. അവിടെ സംഭവിച്ചത് എന്താ? ആ രാജസ്ഥാനിലെ സീറ്റ് പോയി രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം. ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന വിചാരിക്കണം. ഇനിയും ഇപ്പോ അദ്ദേഹം ആലപ്പുഴയിലെ ലോക്സഭാ അംഗമാണ്. ഇനിയും അദ്ദേഹം മത്സരിക്കണം. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇനിയും 2 തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും നടക്കണം, അസംബ്ലിയിലേക്കും നടക്കണം. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് കിടന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 7 മാസം മുമ്പ് കേരളത്തിൽ വരാം. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട KPC പ്രസിഡന്റ് ആകാതിരുന്നത് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തുള്ള മറ്റൊരു പ്രത്യേകത, പല MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. സുധാകരൻ ഉൾപ്പെടെ. എന്താ പറഞ്ഞ MP-മാരും മത്സരിക്കണ്ട. അങ്ങനെ പറഞ്ഞ ആള് ആ ഹൈക്കമാൻഡ് ഇപ്പൊ പുറകെ കൂടി വരുവാണ്. 2 ഇലക്ഷനുകൾ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചു. അപ്പൊ മറ്റ് MP-മാരും അതേ ആവശ്യം ഉന്നയിക്കില്ല. അവർ നേരത്തെ ആവശ്യം ഉന്നയിച്ചതാണ് MP-മാർക്ക് മത്സരിക്കണം എന്നുള്ളത്. അതെ. അപ്പോൾ ഇത് ഒരു പ്രശ്നമല്ലേ? നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തുകൂടെ? പിന്നെ സതീശന്റെ വിദ്യാർത്ഥിയാണ്, നല്ല വിദ്യാർത്ഥിയാണ്. അയാൾ 5 വർഷക്കാലം പ്രതിപക്ഷത്തിൽ നിന്ന് നയിച്ച ആളാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം വന്നാൽ മുഖ്യമന്ത്രിയാകാനുള്ളൊരു അവകാശം. പിന്നെ ഉള്ളത് രമേശാണ്. പക്ഷേ രമേശ് കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ 21 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF പരാജയപ്പെട്ടു. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കേണ്ടി. അതെ, 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഒരു പാർട്ടിയെ നയിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് സതീശനെ ഏൽപ്പിച്ചത്. പക്ഷെ ഇത്തവണ സതീശൻ നേതൃത്വം നൽകിയപ്പോൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് അങ്ങേക്ക് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്കും തർക്കമില്ലല്ലോ സതീശന്റെ കാര്യം. അപ്പൊ സതീശൻ ആഗ്രഹിച്ച തെറ്റാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം നോക്കി ഇവരൊരു മേശയ്ക്ക് ഇരുന്നാൽ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ. ഒന്ന്, KC നിൽക്കുകയാണെങ്കിൽ 2 ഇലക്ഷൻ വേണം. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു, നമുക്ക് അർഹതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ പിന്തുണ. ഇത്തവണത്തെ ഒരു കാര്യമുണ്ട്, ഇലക്ഷൻ PR വർക്കല്ലേ കോടിക്കണക്കിന് രൂപ കൊടുത്ത് PR ഏജൻസിമാരെ നിയോഗിച്ചിട്ടല്ലേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് ഈ PR വർക്ക് ഇപ്പോൾ ജാഥ നടത്തുന്നതും സതീശനെ സ്വീകരിക്കുന്നതും തോളിലേക്ക് PR വർക്കാന്ന് പറഞ്ഞാൽ അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാ നടത്താത്തത്? അപ്പം ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു തർക്കമുണ്ടാക്കി ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോകും. കാരണം ഇപ്പം 4000 കോടി രൂപ നമ്മുടെ ഖജനാവിൽ കിടപ്പുണ്ട്. LDF ഗവൺമെൻറ് എന്ത് കുറ്റം പറഞ്ഞാലും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോ ജനങ്ങൾ അറിയാൻ സമ്പത്ത് കാലിയല്ല, ഖജനാവ് കാലിയല്ല എന്നാണ് മാഷ് പറയുന്നത്. പൂച്ചേരിയൊന്നുമില്ല, അവിടെ പൈസയുണ്ട്.
പക്ഷെ ഇനി മുന്നോട്ട് പോകണം. ഒത്തിരി പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ UDF സർക്കാരിന് സാധിക്കും. എത്ര കോടി കിസ്ബി അടച്ചുപൂട്ടും എന്ന് പറയുന്നു. അത് അവിടെ അതിന്റെ ബാധ്യതകൾ ആര് കൊടുക്കും? പെൻഷൻ വർദ്ധിപ്പിക്കുക ആര് ചെയ്യും? അപ്പൊ ഇതിനൊക്കെ ഒരു ബാധ്യതയുള്ള ഭരണം സുഗമമായി നടത്താൻ കഴിയണം. ഇങ്ങനെ തർക്കിച്ചാൽ പോണെങ്കിൽ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ആശയം. പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി ആരായാലും മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോവുക, ഒപ്പം ഭരണത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഏതെല്ലാം വെല്ലുവിളികളാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്? പ്രോമിസുകൾ. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പ്രോമിസ് കൊടുക്കുക. അത് നടപ്പിലാക്കണമല്ലോ. കോടാനുകോടി രൂപയുടെ ബാധ്യതയുണ്ട്. ഇപ്പം തന്നെ KSRTC ബാധ്യതയില്ല. അത് പൂട്ടാൻ പാടില്ലല്ലോ. പിന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതും വരുമല്ലോ. അതിൻ്റെ പ്രീമിയം ഉൾപ്പെടെ പൈസ കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ എത്രയോ പ്രോമിസുകളുണ്ട്. ആ പ്രോമിസുകൾ തന്നെ ഇപ്പോൾ ഉള്ള ഭരണം മാത്രമല്ല, ഇപ്പോൾ ഭരണപരമായ ബാധ്യതകളുണ്ട്. പുതിയ പ്രോമിസുകൾ നടപ്പിലാക്കണം. ഇതിൻ്റെ പൈസ കണ്ടുപിടിക്കണ്ടേ? അതിൽ മറ്റൊന്നുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഫെഡറൽ സിസ്റ്റമാണ്. കേന്ദ്ര ഗവൺമെൻറ് ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകാം, പക്ഷെ ഭരണപരമായി യോജിച്ച് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ നേടിയെടുക്കുന്നതിൽ സർക്കാരിന് സാധിക്കുമോ? അത് പുതിയ ഭരണ നേതൃത്വത്തിന് സാധിക്കുമോ? സ്വാഭാവികമായിട്ട് അതാണ് പ്രശ്നം. ഇത് ഫെഡറൽ സിസ്റ്റത്തെ മാന്യമായി കൊണ്ടുപോകേണ്ട ചുമതല കേന്ദ്ര ഗവൺമെൻറ്റിനുമുണ്ട്, സംസ്ഥാനത്തിനുമുണ്ട്. രണ്ടുപേരും നിർവഹിക്കുമോ? അതല്ല അതിൽ രാഷ്ട്രീയം കാണാനാണോ ശ്രമിക്കുക? അതാണ് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് ഇത്തവണ LDFിനെ മുൻപ് സൂചിപ്പിച്ചു വളരെ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കേരള കോൺഗ്രസ് 12 സീറ്റിൽ 12ഉം തകർന്നടിഞ്ഞ ഒരു കാഴ്ച കണ്ടു. ആ രാഷ്ട്രീയ ഭാവി തന്നെ ആ പാർട്ടിയുടെ ഇല്ലാതായി. എന്ത് സംഭവിച്ചു? ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതല്ലേ. വിജയവും പരാജയവും ഒക്കെ. ഇന്ന് വിജയിക്കും. ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത വിധം മാണി കോൺഗ്രസിന് എന്ത് സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് ഈ പാർട്ടികളൊക്കെ അവരവർക്ക് അവരുടേതായ ബേസ് ഉണ്ടല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൻ്റെതാണെങ്കിലും മാനസാറിൻ്റെതാണെങ്കിലും ബേസ് ഉണ്ട് അവർക്ക്. ആ ബേസ് ഒന്നും തകരില്ലല്ലോ. MLA-മാരും MP-മാരും കുറഞ്ഞു ബേസ് തകരുമോ? അവരോട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹമില്ലേ, അവരോട് നിൽക്കും. അടുത്ത ഇലക്ഷനിൽ മുന്നിട്ട് വരും. ഭയങ്കര പെർഫോമൻസ് നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരും. എന്താണ് തകർച്ച വരാനുള്ള കാരണം? എന്താണ്? LDFിനോട് കൂടി ചേർന്നപ്പോൾ അനുയായികൾ പിണങ്ങിയതാണ്. അത് പറഞ്ഞു. ഇപ്പോൾ ഒരു മാറ്റം ആളുകൾ ആഗ്രഹിച്ചു. സ്വാഭാവികം. കേരളത്തിൽ അങ്ങനെയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് തുടർഭരണം വന്നത്. മറ്റൊരു 15ാമത്തെ വർഷത്തേക്ക് പോകും പറയിക്കുക. അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും LDFിൻ്റെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസ് ജോസഫിനും പിന്നെ മാണിക്കും ഇതുപോലെ പ്രശ്നമുണ്ടായി. തകർച്ച വന്നപ്പോൾ അവരും അങ്ങനെയാണോ? ലൈഫ് തകർച്ച അങ്ങനത്തെ നമുക്ക് പറയാം. ഓരോ പാർട്ടിക്കും അവരവരുടേതായ ചില ബേസ് ഉണ്ട്. ആ ബേസ് ചില സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാം. പക്ഷെ അത് റീഗെയിൻ ചെയ്യാനുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇട്ടിട്ടോടുകളുണ്ട്. BJP 3 സീറ്റാണ് നേടിയത്. ഇത്തവണ ഈ BJPയുടെ കടന്നുവരവിനെ കേരളത്തിൽ വേരുറപ്പിക്കുന്ന മുന്നിട്ട് പോകുന്ന പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്താണ് BJP. എങ്ങനെ ഈ വളർച്ചയെ കാണുന്നത്? BJP മുന്നോട്ട് പോവുക, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഡൽഹിയിൽ ഭരിക്കുന്നതല്ല. ആ ഭരണത്തിൻ്റെ ഒരു പ്രസരം ഇപ്പുറത്തും ഉണ്ട്. സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും പ്രധാനമന്ത്രി ഇടപെടലുകളും രാഷ്ട്രീയമായ മുന്നോട്ടുള്ള നീക്കവും BJP ഇതര പാർട്ടികളുടെ തകർച്ചയും ഒക്കെ വരുമ്പോൾ അതാണ് 3 സീറ്റ് കിട്ടിയില്ലേ. 3 സീറ്റ് കിട്ടിയ ചെറിയ കാര്യമില്ല കേരളത്തിൽ. അത് 8 സീറ്റുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് മന്ത്രിമാരിൽ കൂടുതൽ ആളുകളും മത്സരിച്ച് തോറ്റവരാണ്? മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ 6ാം ഘട്ടത്തിൽ വരെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. ധർമ്മടത്ത് വിജയിക്കുമോ എന്ന് വരെ 6ാം ഘട്ടത്തിൽ ആശങ്കയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പതനം സംഭവിച്ചതെന്ന്? KK കരുണാകരൻ തോറ്റില്ല തൃശ്ശൂർ, സംഭവിച്ചു പോയത്. അപ്പം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യങ്ങൾ. നായനാർ തോറ്റില്ലേ? കടന്നപ്പള്ളിയോട് VS തോറ്റില്ലേ? രാഷ്ട്രീയത്തിൽ എപ്പോഴും തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നേരിടുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം.
ഇനിയൊരു തിരിച്ചുവരവ്, വൻ തിരിച്ചുവരവ് ഉണ്ടാകുമോ? എങ്ങനെയാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു തെറ്റിദ്ധരുത്തി പാർട്ടി മുന്നോട്ട് വരുമെന്ന്. അങ്ങനെ തെറ്റിദ്ധരുത്തി ഒരു വൻ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കേഡർ പാർട്ടി നിന്നു പോകില്ല. കേഡർ പാർട്ടി അതുപോലെ അത് വിത്ത് കിടക്കുന്ന പോലെ മണ്ണിൽ നല്ല മഴ പെയ്യുമ്പോഴുണ്ടല്ലോ ആ വിത്ത് പൊട്ടിവിടരും. അതുപോലെ തന്നെ ഈ കേഡർ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ആഴത്തിൽ വേരുള്ളവരാണ്. അവരെങ്ങനെ വേരോട് കുറച്ച് മാറ്റാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല, അങ്ങനത്തെ രാഷ്ട്രീയ നീക്കവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വരാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുന്നോട്ട് വരുന്നത് തന്നെയാണ്. അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ സെക്കൻഡറി അല്ലേ. ജനങ്ങളോടുകൂടി അടുത്ത് നിന്ന് കൊണ്ടുപോയാൽ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ജനങ്ങളുടെ അംഗീകാരമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് ഏതായാലും മുന്നോട്ട് പോയി ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജോലി തുടരും, രാഷ്ട്രീയ പ്രവർത്തനം തുടരും. LDF ഇത്തവണ നമ്മൾ കണ്ടത്, LDF അതൃപ്തരായ ധാരാളം പേർ മത്സരിച്ചു. അവര് അതൃപ്തരാണെന്ന് മാത്രമല്ല, അവർ വിമതരായി മത്സരിക്കുകയും കൂടി ചെയ്തു. അമ്പലപ്പുഴയിൽ G സുധാകരൻ, നമ്മുടെ കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, അതൊക്കെ എന്താണ് പാർട്ടിക്ക്? അവരൊക്കെ ജയിക്കുകയും ചെയ്തു. എങ്ങനെയാണ് പാർട്ടി അതിനെ നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ച് അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി തന്നെ പറഞ്ഞു, ഇതൊക്കെ പരിശോധിക്കണം, തുറന്ന മനസ്സോടെ പരിശോധിക്കണം. അവർ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തട്ടെ. എവിടെയെങ്കിലും കറക്ഷൻ വേണ്ടെങ്കിൽ പാർട്ടിയല്ലേ തീരുമാനിക്കും. അപ്പം അതിനുള്ള അങ്ങനെ ഒരു ചരിത്രം കൂടി ആ പാർട്ടിക്കുണ്ടല്ലോ. അവർ പരിശോധിക്കട്ടെ, തുറന്ന മനസ്സോടെ സ്വതന്ത്രമായി പരിശോധിച്ചാൽ അത് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങാൻ പോകുന്നു. കൂടി നിന്നല്ല, താഴെത്തട്ടിൽ നിന്ന് പറഞ്ഞത് നിർഭയം പറയാനാണ് പറഞ്ഞത്. നിർഭയമായിട്ട് പറയട്ടെ, പറഞ്ഞു കഴിയുമ്പോൾ അതനുസരിച്ച് തീരുമാനമുണ്ട്. ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന മുതിർന്ന നേതാവ് എന്നുള്ള കാര്യത്തെ കൊണ്ടുതന്നെ G സുധാകരനൊക്കെ അങ്ങേക്ക് വളരെയധികം വ്യക്തിപരമായും അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇത്രയും അധികം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമില്ല. അവരും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദൻ മാഷൊക്കെ പോകുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവർ തിരിച്ചു വരുമോ? അത് തീരുമാനിക്കേണ്ട ഒന്ന് പാർട്ടിയാണ്, രണ്ട് അവരാണ്. അപ്പം അത് രണ്ടുമാണല്ലോ ഇപ്പോൾ പഠിക്കുന്നത്. താഴെത്തട്ട് മുതൽ പഠിക്കുന്ന ഇത്തരം കാര്യങ്ങളാണല്ലോ. അത് പഠിച്ചതിന് ശേഷം വളരെ ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും, ഉചിതമായ തീരുമാനം അവരും എടുക്കും. ഇതിന് വേറെ മൂന്നാമതൊരാളുടെ കാര്യമില്ല. കാരണം ഇതൊരു കേഡർ പാർട്ടിയാണ്. വർഷങ്ങളോളം CPM പ്രവർത്തിച്ച ആളുകൾ. പാർട്ടിക്കും അവരെക്കുറിച്ച് ചോദിക്കാം, അവർക്ക് പാർട്ടിയെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് തുറന്ന് ചർച്ച നടക്കട്ടെ. അത് ചെയ്യാമെന്ന് വേറെ ആരുമല്ല പറഞ്ഞത്, MA ബേബി അല്ല പറഞ്ഞത്, അഖിലേന്ത്യാ സെക്രട്ടറി. അതുതന്നെ ഇവിടെ പാർട്ടി തിരുവനന്തപുരത്ത് കൂടിയ സന്ദർഭത്തിൽ നേതൃത്വ മീറ്റിങ്ങിൽ അതുതന്നെയല്ലേ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവർ ആ പ്രോസസ്സ് വരട്ടെ. ആത്മപരിശോധന ആവശ്യമാണ്. അല്ല, അവർ പറഞ്ഞല്ലോ അത് തയ്യാറാണ്. അവർ ഉടനെ പറഞ്ഞു ഞങ്ങളത് തയ്യാറാണ്. തയ്യാറായി അവർ മുന്നോട്ട് പോയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇപ്പോൾ തന്നെ വയസ്സ് ആവുന്നു, 5 വർഷം കഴിയണം. അദ്ദേഹത്തിൻ്റെ മുഖമായിരിക്കും ഉയർത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ പാർട്ടിയിൽ പുതിയ നേതൃനിരകൾ വരണോ, പുതിയ മുഖങ്ങൾ വരണോ? പാർട്ടിക്ക് ധാരാളം അനുയായികളുണ്ട്, ധാരാളം ആളുകളുണ്ട്, അവരൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ടോ? പുതുമുഖങ്ങൾ പറഞ്ഞത് ഏത് പാർട്ടിയിലാണെങ്കിൽ ഏത് സമൂഹത്തിലാണ്. അതോടെ പ്രായം ഒരു പ്രശ്നമല്ല. നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് അദ്ദേഹം കെട്ടി ആന്ധ്രയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി. VS മുഖ്യമന്ത്രി എത്രാമത്തെ വയസ്സിലാണ്. അപ്പം പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ശക്തിയുണ്ടോ, പ്രവർത്തനശേഷിയുണ്ടോ, കാഴ്ചപ്പാടുണ്ടോ, ഉൾക്കാഴ്ചയുണ്ടോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ, സ്വാഭാവികമായിട്ട് മുന്നോട്ട് ഒരു സംശയമില്ല. ഇത്തവണ VD സതീശൻ വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. യുവാക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആ യുവാക്കൾ KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് അടക്കം വൻ വിജയം കാഴ്ചവെച്ചു. എങ്ങനെ ഈ യുവ നേതൃത്വത്തെ കാണാൻ സാധിക്കും? അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എങ്ങനെ സ്ഥാനാർത്ഥി ആരൊക്കെ വന്നു, ആരെ കൊടുത്തു, അതിൻ്റെ തർക്കം നടക്കുന്നത്. KC വേണുഗോപാൽ എന്താ ചെയ്തത്, എന്താ പറയുന്നത് മറുഭാഗം. അപ്പം ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ചെറുപ്പക്കാർ പറഞ്ഞു തർക്കമൊന്നും ഞാൻ പറയും. പക്ഷേ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്, അപ്പം അവർ പരസ്പരം പറയുക. അതൊന്നും കൂടി നമ്മളൊന്ന് കാണണം. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് സ്ഥാനാർത്ഥി എങ്ങനെ കൊടുത്തു, അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തത് ആരാണ് കൂടുതൽ സാമ്പത്തിക സഹായം കൊടുത്തത്, അപ്പം അയാളുടെ കൂടെ പോകണ്ടേ? ഇതല്ലേ ഇപ്പോൾ നടക്കുന്ന തർക്കം.
അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? താങ്കളുടെ അഭിപ്രായത്തിൽ യുവാക്കളെ മാറ്റി നിർത്തി പുതിയ, അതായത് ഭരണത്തിൽ നേതൃപാടവമുള്ളവർ, പഴയ ആളുകൾ, അവർ തിരിച്ചു വരണം എന്നാണ്? അല്ല, രണ്ടു കൂട്ടരും വേണം. ഒരു ഭരണം എന്ന് പറയുന്നത് പ്രവർത്തന ശക്തിയുള്ള ആളുകൾ, പരിചയസമ്പന്നരായ ചെറുപ്പക്കാർ, ഇതെല്ലാം ഒരു കുടുംബം പോലെ. ഭരണമെന്ന് പറയുന്നത് ഭരണമൊക്കെ കുടുംബമാണ്. അതിൻ്റെ അകത്ത് പ്രായമായ അപ്പനും അമ്മയുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം കൂടി മുന്നോട്ട് പോകണം. അത് തന്നെയാണ് ഒരു ഭരണത്തിൽ നമ്മളൊരു മന്ത്രിസഭയിലും അതുപോലെ നിയമസഭയിലൊക്കെ നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരു കൂട്ടർ മാത്രം പോലെ. UDF അങ്ങനെ ഒരു പഴയ തലമുറയെ തഴയുന്നു, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നില്ല. ഒരു മുതിർന്ന UDF നേതാവായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ എത്രയോ വർഷങ്ങൾ പാർട്ടിയെ നയിച്ച വ്യക്തിത്വം എന്ന രീതി ചോദിക്കുകയാണ്. മുതിർന്ന തലമുറയെ അവഗണിക്കുകയാണോ ഇപ്പോഴത്തെ നേതൃത്വവും അണികളും യുവാക്കളും? അതിനുള്ള മറുപടി കോൺഗ്രസിൽ തന്നെ മറുപടി വരുന്നുണ്ടല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു അഭിപ്രായവും എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട്, അതിൻ്റെ അകത്ത് പ്രായമുള്ള ആളുകളുണ്ട്, അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്, യുവതലമുറയുണ്ട്. അതിൻ്റെ ഒരു സമ്മിശ്രമായി മുന്നോട്ട് പോകുന്നതാണ് ഒരു രാഷ്ട്രീയ വിജയം. അത് എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി പോകും. താങ്കളെ സംബന്ധിച്ച് അർഹമായ പ്രാതിനിധ്യം UDF ലഭിച്ചിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് UDF അർഹമായ പ്രാതിനിധ്യം, നിരവധി തവണ കൊച്ചിയിൽ നിന്ന് ജയിച്ചു വന്ന MP ആണ്, 5 തവണ കൊച്ചിയിൽ നിന്ന് ജയിച്ചു വന്നു. അർഹമായ പ്രാതിനിധ്യം ലഭിച്ചു എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ലഭ്യമാകുന്ന വാക്കുകൾ. ഇതുപോലെ ഒരു ചാൻസ് മറ്റാർക്കും നൽകിയില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതിന് എനിക്ക് അഭിപ്രായത്തിലില്ല. പക്ഷെ ഞാൻ അത്ര അധ്വാനിച്ച ആളാണ്. 22-ൽ ഒരു വാർഡ് പ്രസിഡൻ്റായിട്ട് വന്ന് 38 വയസ്സിന് MP ആയി ചുമ്മാ പോയതല്ലല്ലോ, DC പ്രസിഡൻ്റായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ. DC പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ എന്താ സ്ഥിതി? അന്ന് 14 എറണാകുളത്തെ സീറ്റിൽ 3 സീറ്റ് മാത്രമേ UDFനുള്ളൂ. 17 വർഷക്കാലം പാർട്ടിയോടൊപ്പം നിന്നു. അങ്ങനെ ചുമ്മാ കയറി ഓട് പൊളിച്ച് വന്നതല്ലല്ലോ, അധ്വാനിച്ചിട്ട് വന്നതല്ലേ. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൂടി ഉണ്ടല്ലോ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? LDF മറ്റൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ LDF അങ്ങനെ ഒരു സംഭവങ്ങളില്ലേ? കാരണം പെട്ടെന്ന് വരുന്ന അണികൾക്ക് ചാൻസ്, ഇപ്പോൾ മന്ത്രി വീണ ജോർജ് അടക്കം നിരവധി പേരെ അണികൾ അതൃപ്തരായ ഒത്തിരി പേർ, അതെല്ലാം ഇതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തകർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ കാണുന്ന കാര്യങ്ങൾ അതൊരു ഇഷ്യൂ അല്ല. ചെറുപ്പക്കാർ വരും, പ്രായമുള്ള ആളുകൾ, പുതുമുഖം. ഇപ്പോൾ KR നാരായണനെ മന്ത്രിസഭ പ്രസിഡന്റ് വരെ ആയില്ലേ? അതിൻ്റെ സാഹചര്യം അതാണ്. അപ്പം പിന്നെ പ്രണാബ്ദ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. അന്ന് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു മൻമോഹൻ സിംഗ്. അതേ മൻമോഹൻ സിംഗിൻ്റെ കീഴിൽ പ്രണാബ്ദ അനുസരിച്ച് പ്രവർത്തിച്ചില്ല. ഒക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നതും പൊതുജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ കൂടി മാറ്റി നിർത്താൻ സാധിക്കില്ല നമുക്ക്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവരെയും ഞെട്ടിച്ച ഒന്നാണ്. DMK നേതൃത്വം നൽകുന്ന, സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഇത്രയും ഭരണ മികവ് കാഴ്ചവെച്ചു എന്ന് വിലയിരുത്തിയ അദ്ദേഹത്തിന്റെ തകർച്ച രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. TVKക്ക് വൻ വിജയം സമ്മാനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം തന്നെയല്ലേ അവിടെയും കണക്കാക്കുക? തമിഴ്നാടിനൊരു സിനിമ ചിത്രമുണ്ട്, നമ്മൾ ആദ്യം മുതൽ നോക്കി. അത് ഭ്രാന്താന്ന് നമ്മൾ പറയില്ല, പക്ഷേ MGR മുതൽ ഒരു സിനിമ ഭ്രാന്തുണ്ട്. പക്ഷേ DMK ഒരു കേഡർ പാർട്ടിയാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു പോളിസിയുണ്ട്, പ്രോഗ്രാമുണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. മാത്രമല്ല 55 വർഷക്കാലം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ കോൺഗ്രസും DMKയും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ചെറിയ കാര്യമല്ല. ഇന്ന് അതാണ് തകരുന്നത്. പിന്നെ DMK തകർന്നു പോകില്ല, പക്ഷെ വ്യക്തികൾ തകർന്നു പോകും. വിജയ് ഒരു വ്യക്തിയാണ്, ഒരു പ്രസ്ഥാനമല്ല. അത് ഒരു ഒഴുക്ക്. അറിയാലോ, തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ സിനിമ ഭ്രാന്തുള്ള ആളുകൾ, അത് കുറ്റം പറയല്ല. അതുകൊണ്ടാണ് വിജയിന് മികച്ച വിജയം എന്ന് തീരുമാനിക്കട്ടെ. ഞാനത് അങ്ങനെ പറയുന്നു. പക്ഷേ അതുകൂടി നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ലല്ലോ. ഒരു മാറ്റം തമിഴ് ജനത നൽകി എന്ന ഒരു മാറ്റമുണ്ടായി. ജനങ്ങൾ ആവേശത്തോടുകൂടി സ്വീകരിച്ചു. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ സിനിമാക്കാരെ സ്വീകരിക്കൂ. പിന്നെ പിഷാരന് ജയിച്ചു എന്നാൽ അപ്പുറത്തേക്ക് മാറ്റിവെച്ച നമ്മുടെ കുറച്ചുകൂടി വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട്
തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒത്തിരി വ്യത്യസ്തതകളുണ്ട്. അവിടെ നമുക്കറിയാലോ, ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പേരിൽ വലിയ സമരം നടന്ന സ്ഥലമാണ്. തമിഴ് അല്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പേരിൽ വലിയ സമരം നടന്നതാണ്. ഇത് നടന്നതാണ്. തമിഴ് ഭാഷയാണ് അവർ സ്നേഹിക്കുന്നത്, പിന്നെ അവർ ഇംഗ്ലീഷാണ്. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളുള്ള ആൾ. ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന് ബ്രാഹ്മണ്യത്തിനായുള്ള ഒരു ചിന്താഗതിയുണ്ട് അവർക്ക് BJPയുടെ അങ്ങനെ പോകാൻ പറ്റൂ. അപ്പം ഇതൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി വൈചിത്ര്യങ്ങളുണ്ട്. ആ വൈചിത്ര്യങ്ങളെയൊക്കെ യോജിപ്പിച്ച് പോകുന്നതാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം. അതെ, നമുക്ക് അറിയാം പശ്ചിമ ബംഗാളിൽ സ്ഥിതി മറിച്ചാണ്. പശ്ചിമ ബംഗാളിൽ 5ാം ഊഴവും പ്രതീക്ഷിച്ച മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസ് അപ്പാടെ തകർന്നടിഞ്ഞു. അവിടെ BJP അത് കണ്ടിന്യൂറ്റി അല്ലേ, 20 വർഷക്കാലം വരും. ഇനി അടുത്ത ഭരണം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇടതുപക്ഷ പാർട്ടികളോ കോൺഗ്രസോ ഒന്നും ശക്തമല്ല. ശക്തമായിട്ട് നിന്നത് BJP ആണ്. അവർ ജയിച്ചു. ഇനി അവർ തെളിയിക്കട്ടെ. അതിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ മുഴുവൻ ത്രിപുര പോയി, ബംഗാൾ പോയി, കേരളവും പോവും എന്നുള്ളൊരവസ്ഥ. ഇനി ഒരു തിരിച്ചുവരവുകൾ, ശക്തമായ അണികളുടെ കൂടി ആവശ്യങ്ങൾ, അവരുടെ അത് എടുത്തു വേണ്ടേ മുന്നോട്ട്, എല്ലാവരെയും കണക്കിലെടുത്ത് വേണ്ടേ മുന്നോട്ട് പോകാൻ? എങ്ങനെയാണ് നേതൃത്വം, പാർട്ടി നേതൃത്വം? രാഷ്ട്രീയ പ്രവർത്തനം ലോട്ടറി അല്ല, ഹാർഡ് വർക്കാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്താ? സംഘടനയില്ല. 25 വർഷമായി മെമ്പർഷിപ്പ് ഇലക്ഷനില്ല. ഞാൻ മെമ്പർഷിപ്പ് ഇലക്ഷനിലൂടെ വന്നയാളാണ്. ആ 4ാം മെമ്പർഷിപ്പ് എന്നാണ് പറയുന്നത്. അതെവിടെ? അപ്പം നമുക്ക് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഭരണത്തിൽ വരെ പോവുകയും ചെയ്യും. അതിനപ്പുറത്ത് സംഘടന ഉണ്ടാവും. സംഘടന ഉണ്ടാകണമെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്തും. അത് നേരായ മാർഗത്തിൽ പോകും. അത് പോകാതെ വന്നാൽ തകർച്ച വരും. തകർച്ച വന്നാൽ പിന്നെ തപ്പി നോക്കിയാൽ കിട്ടത്തില്ല. 2 പാർട്ടിയിലും ഉള്ള കൂടുതൽ അടുത്ത ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് അങ്ങ്. UDFും LDFും ഏത് പ്രസ്ഥാനത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യത അങ്ങേക്ക് കിട്ടിയത് എന്നാണ് തോന്നുന്നത്? എൻ്റെ ബന്ധങ്ങൾ വ്യക്തിപരമാണ്. അത് LDFും UDFും മാത്രമല്ല, BJP ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഇപ്പോൾ നിർമ്മലാ സീതാരാമനുമായിട്ട് എപ്പോൾ വർഷക്കാലത്ത് ബന്ധമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് 2001 തുടങ്ങിയ ബന്ധമാണ്. അത് അന്നും ഇന്നും തുടരുന്നുണ്ട്. വേണ്ടല്ലോ, പത്രപ്രവർത്തകർ, എനിക്ക് 5 തലമുറയിലെ പത്രപ്രവർത്തകർ അറിയാം. TVR ഷേണായി മുതൽ ഇന്നത്തെ നിങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറ വരെ. ആ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത ശൈലി അതാണ്. അവരോടൊപ്പം കൂട്ടുചേരുക, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അവർ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കുക. അതിനകത്ത് മാറ്റം മറിച്ചിട്ടൊന്നുമില്ല. ഇന്നും ഞാൻ ഷേണായി ഓർക്കാറുണ്ട്, അതികായനായ ഷേണായി, പിന്നെ ഗോപാലകൃഷ്ണൻ, അങ്ങനെ എത്ര ആളുകൾ. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യക്തി ബന്ധത്തിലുപരി പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ UDF LDF അങ്ങേക്ക് കൂടുതൽ സ്വീകാര്യതയും അങ്ങേക്ക് കൂടുതൽ ചാൻസ് നൽകിയതും, അങ്ങ് ഈ ഭൂമിയിൽ അങ്ങക്ക് മറക്കാനാവാത്ത ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ തന്ന ഊർജം നൽകിയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അത് ജനങ്ങളാണ്. പാർട്ടികളില്ലെന്ന് ഞാൻ പറയില്ല, ജനങ്ങളാണ് എൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ ഇന്ന് കണ്ടില്ല, ഇവിടെ വന്നവർക്ക് വിവിധ പാർട്ടിയുള്ള ആളുകളെ ഇന്ന് എന്നെ കാണാൻ വന്നത്. ഞാൻ അങ്ങനെ പാർട്ടി മാത്രം നോക്കിയിട്ട്, പക്ഷേ കോൺഗ്രസ് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അമ്മയുടെ പാല് പോലെ ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുക. ഞാനിവിടെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഏത് പാർട്ടിയെന്നും ചോദിക്കാറില്ല. അവരർഹരാണോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ MP അല്ല, MLA അല്ല, ഒന്നുമല്ല. എന്നാലും ജനങ്ങൾ വരുന്നില്ല ഓരോ കാര്യത്തിനും. ഇപ്പോൾ എൻ്റെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം 25 വർഷമായി ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡയാലിസിസ് മെഷീൻ 41 ലക്ഷം രൂപ ചിലവഴിച്ച് ദൂരത്തിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് നിർബന്ധമുണ്ട്. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല എന്ന് എല്ലാവർക്കും എനിക്കും അറിയാം. ഇപ്പോൾ ഇലക്ഷൻ കണ്ടിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ഒരു ജീവിത ശൈലി, എൻ്റെ ഒരു ജീവിത കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ കംഫർട്ടബിൾ. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല, പക്ഷെ ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ. എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ്. അതാണ് ദൈവാനുഗ്രഹം. എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നല്ല നിലയിൽ പോകുന്നതാണ് ജീവിതത്തിൽ. എനിക്ക് അവരെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. സംതൃപ്തനാണ്. വളരെ 100%. ആകെ ദുഃഖം എൻ്റെ ഭാര്യയില്ല, ഷർലി.
54 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ്. കഴിഞ്ഞ ഓഗസ്റ്റിന് അവർ വേർപെട്ടു. അതൊരു ദുഃഖമാണ്. ആ ഒരു ദുഃഖം ഒഴിച്ച് മാറ്റുകയല്ല. അത് പിന്നെ ജീവിതമാണ്. നമ്മൾ ഒരു ദിവസം പോയേ പറ്റൂ, ആരാണെങ്കിലും. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പക്ഷെങ്കിലും എനിക്ക് വേദനയുണ്ടെങ്കിൽ അത് എൻ്റെ ഭാര്യ ഷെർലി കൂടെ ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവസാനമായ ഒരു ചോദ്യം കൂടി. സോണിയാഗാന്ധിയായി ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ബന്ധമാണ്. രാഹുലാണ് അങ്ങേക്ക് എപ്പോഴും ഒരു മാറ്റി നിർത്തിയ ഒരു സങ്കടമുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. രാഹുലിനോട് വ്യക്തിപരമായ പ്രത്യേകമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. എൻ്റെ കുഴപ്പമുണ്ടാവാം, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തിരിച്ചു വിളിക്കുകയാണ് അങ്ങയോട്, പറയുകയാണ് പാർട്ടിയിലേക്ക് വരാം. ഇനിയും നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരു വയസ്സ് വ്യത്യാസമില്ലാതെ മത്സരിച്ചു. ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2019 കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ 23 മത്സരിക്കായിരുന്നു. സോണിയാജി പറഞ്ഞ വേണ്ട, അന്ന് നിർത്തി. അന്ന് ആ വാതിൽ പൂട്ടി. ഇനി ആ വാതിൽ തുറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എത്രയോ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് നിൽക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അത് തീർന്നു. ആ ഒരു തിരഞ്ഞെടുപ്പ് പരീക്ഷണം തീർന്നു. ഇനി അതുപോലെ എന്നെ വിളിച്ചാൽ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ്. ഞാൻ അനാഥമായ കാലത്ത് എനിക്കൊരു കുടപിടി ചേർന്നത് LDF ആണ്, CPM ആണ്, പിണറായി വിജയനും MABS കുടിയേരിയൊക്കെ കൂടിയാണ്. അത് വിസ്മരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ഓടിച്ചാടി പോണ ആളല്ല. ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ കൂടെ ഉറച്ചു. അപ്പോൾ LDFനോടൊപ്പം തുടരും. തീർച്ചയായിട്ടും LDFനോടൊപ്പം നിൽക്കും. കാരണം അവരാണ് എനിക്ക് കുട തന്നത്. ഞാൻ മഴ നനഞ്ഞ് പനി വന്ന് വീഴാൻ പോകുമ്പോൾ വല്ല കുട തന്ന അവരാ കൈപിടിച്ച്. അതെനിക്ക് അതിൻ്റെ അടുത്ത് ഞാൻ LDF CPM ചേരുന്നൊന്നല്ല, എന്നോട് ചേരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇന്നെടുക്കുന്ന ഒരു സ്വതന്ത്രമായ സമീപനം, അതാണ് എനിക്ക് ഗുണം. എനിക്ക് എല്ലാ അഭിപ്രായങ്ങളും പറയാം. ഇപ്പോൾ നിങ്ങളൊക്കെ വന്ന് എനിക്ക് തുറന്നു പറയാമല്ലോ, ആരോടും ഞാൻ ചോദിക്കണ്ടല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം ഞാനെന്തിനാ നഷ്ടപ്പെടുന്നു? അപ്പോൾ LDFനൊപ്പം തുടരും, LDFന്റെ നയങ്ങളോടൊപ്പം തുടരും. LDF നന്നായി തിരിച്ചു വരും. ആ ഒരു മാറ്റം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് KV തോമസ് മാഷ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം UDFൽ മാറ്റങ്ങൾ വരണം. അണികളുടെ നേതൃത്വവും ഒപ്പം അണികളും ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ UDFന് സാധിക്കൂ എന്നും അദ്ദേഹം വിലയിരുത്തുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.